വെൽക്കം ടു MJC സ്കൂൾ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററിലെ എക്സസൈസ് നമ്പർ 5.6 ആണ്. അതിൽ ഈ ചോദ്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിസൾട്ട്സ് ആണിത്. sin 2a = 2 sin a cos a, cos 2a = റിസൾട്ട് ഉണ്ട് 2 cos square a minus 1 minus 2 sin square a, and sin 3a = 3 sin a minus 4 sin cube a, and cos 3a = 4 cos cube a minus 3 sin a, and sin square നമുക്കറിയുന്ന ബേസിക് റിസൾട്ട് ആണ് sin square a plus cos square a = 1. ആൻഡ് പിന്നെ രണ്ട് ഡെറിവേറ്റീവ്സ് ആണ്, അതായത് സീക്ക് തീറ്റന്റെ ഡെറിവേറ്റീവ് എന്താണ് സീക്ക് തീറ്റ ടാൻ തീറ്റ, ആൻഡ് ടാൻ തീറ്റത് സീക്ക് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം അതിനായിട്ട് ബന്ധമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് dy/dx കണ്ട് dy/dx കണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, y = at⁴ എഴുതുന്നു. dy/dt കാണുന്നു. dt ആണ് ഇവിടെ പാരാമീറ്റർ, dt കാണുന്നു. അപ്പൊ a × കോൺസ്റ്റന്റ് ആണ്. a × t⁴ 4t³ ആണ്. നമുക്കറിയാം എന്താണ് 4t³. ഓക്കെ, മതി. ഇനി x നമുക്കറിയാം, x 2at² ആണ്, 2at² ആണ്. അപ്പോൾ dx/dt = 2a കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു t² 2t ആണ്. 2t, that is 2 × 4 4 × a × t. ഓക്കെ, നമുക്ക് dy/dt ആണ് കണ്ടത്, dy/dx ആണ് കണ്ടത്. dy/dx dy/dt ഇത് ഒരൊറ്റ ചെയ്തുള്ളൂ, ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇങ്ങനെ എഴുതൂല. dy/dx dy/dt dydx/dt. Okay, that is equal to what is dy/dt? ഈ dt വിട്ട് പിന്നെ ബാക്കിയുള്ള dy/dx മാത്രമാകും. ഓക്കെ, ഇനി ഇവിടെ dy/dt എന്താ a × 4t³ അല്ലെങ്കിൽ 4at³ ബൈ, ഇനി dx/dt എന്താ 4at. if ഒരേ കട്ട് ചെയ്യുമ്പോൾ tയും ഇവിടുത്തെ t² കട്ട് t² ആവും. സോ ആൻസർ ഇസ് t². ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഓവർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x = a cos θ, y = b cos θ. നമുക്ക് dy/dx കണ്ടപ്പോൾ dy/dθ കാണാം. ഇവിടെ തീറ്റയാണ് പാരാമീറ്റർ. അപ്പൊ dy/dθ ഈസ് ഈക്വൽ ടു b × cos θ ഡെറിവേറ്റീവ് മൈനസ് sin θ, ദാറ്റ് ഈസ് മൈനസ് b sin θ. ഇനി dx/dθ ഈസ് ഈക്വൽ ടു x ഇതാണ് a cos θ. അപ്പോൾ dx/dθ എന്നുള്ള a × cos θ മൈനസ് sin θ മൈനസ് sin θ. അപ്പോൾ a × sin θ എന്നാൽ മൈനസ് a sin θ. ഇനി നമുക്ക് dy/dx ആണ് കാണേണ്ടത്. dy/dθ നമുക്കറിയാം എന്താ മൈനസ് b sin θ ബൈ മൈനസ് dx/dθ നമുക്കറിയാം എത്ര മൈനസ് a sin θ. സോ ആൻസർ ഈസ് sin θ ക്യാൻസൽ, മൈനസ് ക്യാൻസൽ. ആൻസർ ഈസ് b/a. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ x = sin t and y = cos 2t dy/dx ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ആദ്യം dy/dt കാണാം. dy/dt ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് കോസിന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് sin 2t ഇൻറ്റു 2tന്റെ ഡെറിവേറ്റീവ് 2, ദാറ്റ് ഈസ് മൈനസ് 2 sin 2t. സോറി, മൈനസ് 2 sin 2t. ഓക്കെ, ഇനി dx/dt ഈസ് sin t ഡെറിവേറ്റീവ് എന്താണ് cos t. ഓക്കെ, ഇനി നമുക്ക് dy/dx ആണ് കാണേണ്ടത്. dy/dt എന്താ മൈനസ് 2 sin 2t ബൈ dx/dt cos t, ദാറ്റ് ഈസ് ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തതാണ്. sin 2t, വാട്ട് ഈസ് sin 2t? 2 sin t cos t, ദാറ്റ് ഈസ് മൈനസ് 2 × 2 sin t cos t ബൈ താഴെയുള്ള cos t. cos t ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 2 × 4 മൈനസ് 4 sin t. സോ ആൻസർ ഈസ് മൈനസ് 4 sin t. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. x = 4t, y = 4/t. dy/dx ആണ് കണ്ട് നമുക്ക് ആദ്യം dy/dt കാണാം. dy/dt ഈസ് ഈക്വൽ ടു 4 കോൺസ്റ്റന്റ് ആണ്, 4 × 1/t ആണ്. 1/t ഡെറിവേറ്റീവ് -1/t².
സോ ആൻസർ ഈസ് മൈനസ് 4/t². ഇനി dx/dt ആണ്. dx/dt 40 ആണ്, 4. ഓക്കെ, നമുക്കറിയാം. ഇനി നമുക്ക് dy/dx കാണാം. dy/dx ആണ് കാണേണ്ടത്. ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് dy/dt? മൈനസ് 4/t². മൈനസ് 4/t² ബൈ വാട്ട് ഈസ് dx/dt? 4. സോ ആൻസർ ഈസ് ഈ 4 ക്യാൻസൽ ആവും, മൈനസ് 1/t². ഓക്കെ, വി ആർ ഗോയിങ് ടു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യന് dy/dx കാണാനാണ്. dy/dθ ആദ്യം കാണണം. dy/dθ ആദ്യം കാണാം. dy/dθ ഈസ് സൈൻ തീറ്റന്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് സൈൻ 2θ കോസ് 2θ ഇൻറ്റു 2θ 2. ദാറ്റ് ഈസ് കോസ് തീറ്റ മൈനസ് 2 കോസ് 2θ. ഓക്കെ, ഇനി നമുക്ക് dx/dθ കാണാം. dx/dθ. What is dx/dθ? x equal to cos θ minus cos 2θ. Cos θന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് 2θ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2θ ഇൻറ്റു 2θന്റെ ഡെറിവേറ്റീവ് 2. ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ പ്ലസ് 2 സൈൻ 2θ. ഓക്കെ, നമുക്ക് dy/dx ആണ് കാണുന്നത്. സോ ദിസ് ബൈ ദാറ്റ് ഈസ് കോസ് തീറ്റ മൈനസ് 2 കോസ് 2θ ബൈ 2 സൈൻ 2θ മൈനസ് 2θ ഒരേപോലെ കാണുന്നുണ്ടോ? സോറി, 2θ മൈനസ് സൈൻ തീറ്റ. ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യന് x ഈക്വൽ ടു a ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ, y ഈക്വൽ ടു a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. സോ dy/dθ ആദ്യം കാണാം. dy/dθ ഇസ് ഈക്വൽ ടു a ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ് പ്ലസ് കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. സോ ആൻസർ ഈസ് മൈനസ് a സൈൻ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് dx/dθ കാണാം. dx/dθ ഇസ് ഈക്വൽ ടു a ഇൻറ്റു തീറ്റ ഡെറിവേറ്റീവ് 1 ആണ് മൈനസ് സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇനി നമുക്ക് dy/dx കാണാം. dy/dx കാണാം. ഈക്വൽ ടു dy/dx. dy/dθ ഇസ് മൈനസ് a സൈൻ തീറ്റ ബൈ a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു എയും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി മൈനസ് ഇത് സൈൻ 2θ ആണെങ്കിൽ ഇത് ഇതിന് നമുക്ക് വേണമെങ്കിൽ മൈനസ് സൈൻ 2θ/2 എഴുതാം. ഓക്കെ, ബൈ ഇവിടെയും 1 മൈനസ് കോസ് 2θ/2 എഴുതാം. കുഴപ്പമില്ലല്ലോ, ഇല്ല, 2 ക്യാൻസൽ ചെയ്ത് ആ തീറ്റ തന്നെയാവും, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് സൈൻ 2θ? 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ മൈനസ് 2 സൈൻ തീറ്റ അല്ല θ/2, 2 സൈൻ θ/2 ഇൻറ്റു കോസ് θ/2 ബൈ 1 മൈനസ് കോസ് 2θ. 1 മൈനസ് കോസ് 2θ. ഈ 2 സൈൻ സ്ക്വയർ തീറ്റനെ ഇങ്ങോട്ടും കോസ് 2θ അങ്ങോട്ട് കൊണ്ടായാൽ 1 മൈനസ് കോസ് 2a. 1 മൈനസ് കോസ് 2a is 2 സൈൻ സ്ക്വയർ a. അപ്പോൾ 2 സൈൻ സ്ക്വയർ θ/2. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്ന് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യും. ഇവിടുത്തെ ഒരു സൈൻ θ/2 ഇവിടുത്തെ ഒരു സ്ക്വയർ ക്യാൻസൽ ചെയ്തും. അപ്പോൾ കോസ് θ/2 ബൈ സൈൻ θ/2. കോസ് ബൈ സൈൻ കോട്ട്, that is equal to cot θ/2 minus cot θ/2 is the answer. Okay, we are going to 7th question. ഇത് ഏഴാമത്തെ ചോദ്യമാണ്. അതിനു മുമ്പ് നമുക്ക് u/v ഫോമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ അറിയണം. u dash into v minus v dash into u by v square. Okay, that is u/v form. u/v ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ
യു ഡാഷ് ഇൻറ്റു വി മൈനസ് വി ഡാഷ് ഇൻറ്റു യു ബൈ വി സ്ക്വയർ. ആ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഡി വൈ ബൈ ഡി ടി കാണാം. ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു യു ഡാഷ് ഇൻറ്റു വി, ഇത് യു ഇത് വി, ഇതിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് കോസ് ക്യൂബ് ടിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 3 cos സ്ക്വയർ ടി ഇൻറ്റു പിന്നെ കോസ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. ഓക്കെ, യു ഡാഷ് ആയി. യു ഡാഷ് ഇൻറ്റു വി, വാട്ട് ഈസ് വി? റൂട്ട് കോസ് 2t. അപ്പോൾ യു ഡാഷ് ഇൻറ്റു വി. ഓക്കെ, ഇനി മൈനസ് യു ഡാഷ് ഇൻറ്റു വി കഴിഞ്ഞു, ഇനി വി ഡാഷ് ഇൻറ്റു യു. ഇതാണ് വി, ഇതിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ദാറ്റ് ഈസ് 1/2 റൂട്ട് കോസ് 2t ഇൻറ്റു പിന്നെ കോസ് 2ടിൻ്റെത് മൈനസ് സൈൻ 2t ഇൻറ്റു പിന്നെ 2ടിൻ്റെത് 2. ഓക്കെ, ബൈ വി സ്ക്വയർ ദാറ്റ് ഈസ് വി പറഞ്ഞാൽ ഇതാണ് വി, അതിന്റെ സ്ക്വയർ. അപ്പോൾ റൂട്ട് പോകും, കോസ് 2t മാത്രമാവും. കാരണം റൂട്ട് കോസ് 2t ഹോൾ സ്ക്വയർ പറഞ്ഞാൽ ആ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി കോസ് 2t മാത്രമാവും. ഓക്കെ, ഇനി ഈ 2 ക്യാൻസൽ ചെയ്യും. പിന്നെ ഇവിടെ എന്തോ ഒരു പ്രശ്നം കാണണ്ടല്ലോ. ഇവിടെ ഉണ്ട്. എന്താണ്? വി ഡാഷ് ഇൻറ്റു യു ഉണ്ട്. ഇവിടെ വി ഡാഷ് ആയി. ഓക്കെ, വി ഡാഷ് ഉണ്ട്. ഇനി ഇൻറ്റു യു ആണ്, കോസ് ക്യൂബ് ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഇൻറ്റു 3 cos സ്ക്വയർ ടി ഇൻറ്റു റൂട്ട് കോസ് 2t പ്ലസ് ഇവിടെ സൈൻ 2t, ഈ മൈനസ് മൈനസ് പ്ലസ് ആവും, പിന്നെ സൈൻ 2t ഇൻറ്റു കോസ് ക്യൂബ് ടി ബൈ റൂട്ട് കോസ് 2t all divided by cos 2t. That is equal to minus 3 sin t cos square t into ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് കോസ് 2t ഇൻറ്റു റൂട്ട് കോസ് 2t കോസ് 2t ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് കോസ് 2t ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് കോസ് 2t കോസ് 2t പ്ലസ് സൈൻ 2t ഇൻറ്റു കോസ് ക്യൂബ് ടി ബൈ ഇത് ഈ ഒരു ഇതിന് കോമൺ ആക്കി എടുത്താണ്. അപ്പോൾ ഇത് താഴെ വരും, റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2t. ഓക്കെ, ഇതാണ് ഡി വൈ ബൈ ഡി ടി. അപ്പോൾ ഡി വൈ ബൈ ഡി ടി നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ആൻസർ. നമുക്ക് ഈ ആൻസറിനെ സൈഡിലേക്ക് മാറ്റി എഴുതാം. ഇനി നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കാണണം. യു ഡാഷ് ഇൻറ്റു വി മൈനസ് വി ഡാഷ് ഇൻറ്റു യു ബൈ വി സ്ക്വയർ ദാറ്റ് ഈസ് യു ഡാഷ് ഇൻറ്റു വി. നമുക്ക് അതിന് ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഇതാണ് യു, ഇത് വി, യു ഡാഷ് അതായത് ഇതിന്റെ ഡെറിവേറ്റീവ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ ക്യൂബിന്റെ ഡെറിവേറ്റീവ്, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ ദാറ്റ് ഈസ് 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു പിന്നെ സൈൻ ഡെറിവേറ്റീവോ കോസ് ടി കഴിഞ്ഞു. യു ഡാഷ് ആയി ഇൻറ്റു വി. വാട്ട് ഈസ് വി? ഇതാണ് വി, റൂട്ട് കോസ് 2t. അപ്പൊ യു ഡാഷ് ഇൻറ്റു വി. ഓക്കെ, ഇനി മൈനസ് വി ഡാഷ് ഇൻറ്റു യു ദാറ്റ് ഈസ് ഇതിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് കോസ് 2x അല്ലെ 2t ഇൻറ്റു കോസ് 2t ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2t ഇൻറ്റു 2t ഡെറിവേറ്റീവ് 2. ഇപ്പോൾ മൈനസ് വി ഡാഷ് ഇൻറ്റു യു. വാട്ട് ഈസ് യു? സൈൻ ക്യൂബ് ടി. സൈൻ ക്യൂബ് ടി ഓൾ ഡിവൈഡ് ബൈ ഇതിന്റെ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ ആകുമ്പോൾ വി സ്ക്വയർ ആകുമ്പോൾ ഈ സ്ക്വയറും ഈ റൂട്ട് ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി കോസ് 2t മാത്രം ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സൈൻ ക്യൂബ് ടി ഇൻറ്റു കോസ് ടി ഇൻറ്റു റൂട്ട് കോസ് 2t മൈനസ് മൈനസും പ്ലസ് ആവും. പ്ലസ് ഈ 2 ക്യാൻസൽ ആവും, ബാക്കി സൈൻ 2t ഇൻറ്റു സൈൻ ക്യൂബ്
ടി ബൈ വാട്ട് റൂട്ട് കോസ് 2t ഓൾ ഡിവൈഡ് ബൈ കോസ് 2t. ദാറ്റ് ഈസ്, ഇനി ഇതിനെ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ദാറ്റ് ബൈ ദിസ് വരും. ബൈ ഇത് ടോട്ടലായിട്ട് ഒന്നായിട്ടുള്ള ബൈ താഴെ വരും. അപ്പോൾ 3 സൈൻ ക്യൂബ് ടി കോസ് ടി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. 1 + 2/3/4 എന്താ വരാ? 1 × 3 പ്ലസ് 2 ബൈ ഈ 3 ഇതിൻ്റെ കൂടെ വരാം, 3 × 4. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ പ്ലസ് ദിസ് ബൈ ഇയാൾ താഴേക്ക് വരും. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ എന്താ വരാൻ നോക്കിക്കോളും. അപ്പോൾ റൂട്ട് കോസ് 2t ഇൻറ്റു റൂട്ട് കോസ് 2t ഹോൾ സ്ക്വയർ വരും. അപ്പോൾ റൂട്ടും സ്ക്വയറും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ കോസ് 2t മാത്രം ഉണ്ടാവും. കോസ് 2t പ്ലസ് പിന്നെ സൈൻ 2t ഇൻറ്റു സൈൻ ക്യൂബ് ടി ഓൾ ഡിവൈഡ് ബൈ ദിസ് വിൽ ബി ഹിയർ കോസ് 2t ഇൻറ്റു റൂട്ട് കോസ് 2t. ഇതാണ് dx/dt. dy/dt നമ്മൾ ഓൾറെഡി കണ്ടെത്തിയാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് dy/dx ആണ്. We have to find dy/dx. dy/dx is equal to, what is dy/dt? Here it is, -3 sin t cos cube t into cos 2t plus sin 2t into cos cube t all divided by this one cos 2t into root cos 2t all divided by ഇത് dy/dt ആണത്. ഇനി ബൈ dx/dt ഉണ്ടാവും, അതായത് ഇത് 3 sin cube t cos 2t plus sin 2t into sin cube t all divided by cos 2t into root cos 2t. ഓക്കെ, ഈ cos 2t റൂട്ട് cos 2t ഈ cos 2t ഈ റൂട്ട് cos 2t കാണിച്ചത് പോകും. ബാക്കി എന്തുണ്ടാവും ആയിക്കോളൂ. -3 sin t cos cube t cos 2t പ്ലസ് നമുക്ക് sin 2t മാറ്റിയതാം 2 sin t cos t 2 sin t cos t into cos cube t all divided by ഇവിടെയും ഇയാൾ മാറ്റിയതാ, ഇതേപോലെ ഇതാ 3 sin cube t cos 2t plus 2 sin t cos t sin cube t. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതിയപ്പോൾ ഇവിടെ സ്ക്വയർ ഉള്ളത് ഇങ്ങോട്ട് മാറ്റിയത് ക്യൂബ് ആയിരുന്നു. കുറച്ച് ബാക്ക് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, അത് ക്യൂബ് അല്ല സ്ക്വയർ ആണ്. കാരണം കോസ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 2 കോസ് സ്ക്വയർ ആണ്. ഓക്കെ, അത് എഴുതിയപ്പോൾ മാറിപ്പോയത് 3 കോസ് സ്ക്വയർ ആണ് ഞാൻ കോസ് ക്യൂബിന് എഴുതിയത്. ഇവിടെ അതേപോലെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് സൈൻ ടി കോസ് ടീന് കോമൺ എടുക്കാം. സൈൻ ടി ഇൻറ്റു കോസ് ടി, പിന്നെ ഇവിടെ -3 ഇൻറ്റു സൈൻ ടീനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു, ഒരു കോസ് ടീനെ പുറത്തെടുത്തു, ബാക്കി ഒരു കോസ് ടി ഉണ്ടാവും. കോസ് ടി ഇൻറ്റു കോസ് 2t പ്ലസ് 2 സൈൻ ടി കോസ് ടീനെ പുറത്തെടുത്തു, ബാക്കി ഇവിടെ കോസ് ക്യൂബ് ടി ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെയും സൈൻ ടി കോസ് ടീനെ പുറത്തെടുക്കാം. സൈൻ ടി കോസ് ടി ഇൻറ്റു 3 ഒരു സൈൻ ടീനെ പുറത്തെടുത്തിട്ട് ബാക്കി ഒരു സൈൻ ടി ഉണ്ടാവും ഇൻറ്റു കോസ് ടീനെ പുറത്തെടുത്തു, പിന്നെ കോസ് 2t ഉണ്ടാവും. കോസ് 2t പ്ലസ് 2 സൈൻ ടി കോസ് ടീനെ പുറത്തെടുത്തു പ്ലസ് 2 ഇൻറ്റു സൈൻ ക്യൂബ് ടി. ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഉണ്ടാവുക
is equal to minus 3 cos t into cos 2t. നമുക്ക് ഈ വാല്യൂ കൊടുക്കാം. 2 cos square t minus 1. 2 cos square t minus 1 plus 2 cos cube t divided by 3 sin t into cos 2t നെ ഈ വാല്യൂ കൊടുക്കാം. 1 minus 2 sin square t. 1 minus 2 sin square t plus 2 sin cube t. That is equal to minus 3 into 2 minus 6. Minus 6 cos t into cos square t cos cube t. അപ്പോൾ minus 6 cos cube t. Minus into minus plus 3 cos t. Plus 3 cos t. പിന്നെ plus 2 cos cube t. 2 cos cube t divided by 3 sin t into 1 3 sin t. 3 sin t. 3 sin t into 2 sin square t. 3 into 6 minus 3 into minus 2 minus 6. Minus 6 sin t sin square t sin cube t. Sin cube t plus 2 sin cube t. ഓക്കെ, അതിൻ്റെ ബാക്കി നമുക്ക് മുകളിൽ എഴുതാം. That is equal to minus 6 cos cube t plus 2 cos cube t. അപ്പോൾ minus 6 plus 2 minus 4. Minus 4 cos cube t plus 3 cos t by 3 sin t. 3 sin t minus 6 sin cube t plus 2 sin cube t. അപ്പോൾ minus 4 sin cube t. That is equal to മൈനസ്, ഇവിടുത്തെ മൈനസ് പുറത്തെടുക്കാം. മൈനസ് കാരണം cos 3 എന്ന് പറഞ്ഞാൽ cos 3t എന്ന് പറഞ്ഞാൽ 4 cos cube a minus 3 cos t ആണ്. ഇവിടെ ജസ്റ്റ് തിരിച്ചിട്ടുണ്ട്. minus 4 cos cube t plus 3 cos t ആണ്. അപ്പോൾ നമുക്ക് മൈനസിനെ പുറത്തെടുക്കാം. മൈനസ് ഓഫ് 4 cos cube t minus 3 cos t all divided by ഇത് അതേപോലെ തന്നെ, കാരണം sin 3ന്റെ വാല്യൂ അത് തന്നെയാണ്. 3 minus 4 ആണ്. അപ്പോൾ 3 sin t minus 4 sin cube t. That is equal to minus 4 cos cube t minus 3 cos t is cos 3t minus cos 3t by this is sin 3t. That is equal to minus cos by sin cot 3t is the final answer. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് നമുക്ക് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റാൻ നോക്കാം. ആദ്യം നമുക്ക് dy by d theta കാണാം. dy by d theta is equal to b tan theta. b കോൺസ്റ്റന്റ് ആണ്. tan theta ഉണ്ടത് sec square theta and അടുത്ത നമുക്ക് dx by d theta കാണാം. a into sec theta ഉണ്ടത് sec theta tan theta. ഇനി നമുക്ക് dy by dx ആണ് കാണുന്നത്. dy by dx ആണ് കാണുന്നത്. സോ dy by dx this by this b sec square theta by a sec theta tan theta. sec സ്ക്വയറത്തെ ഒരു സീക്കും താഴത്തെ ഒരു സീക്കും കട്ടെ. ഇപ്പം ബാക്കി b by a into sec theta by tan theta. That is equal to b by a into sec theta നമുക്ക് 1 by cos ചെയ്താൽ 1 by cos ചെയ്താം into cos theta into tan theta sin by cos ചെയ്താം. അപ്പോൾ cos by sin. ഈ കോസും ഈ കോസും കൺസിഡർ ചെയ്ത് പോകും. 1 by sin cosec ആണ്. b by a cosec theta. താങ്ക് യു. ഓക്കെ, പത്താമത്തെ ചോദ്യം ഇതാണ്. dy by dx കാണാൻ തന്നെയാണ്. നമുക്കത് dy by d theta കാണാം. dy by d theta is equal to a into sin theta derivative cos theta minus first function second function first function into derivative second. ഇവിടെ ബ്രാക്കറ്റ് ഇടുന്ന കാരണം പുറത്ത് മൈനസ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ദാറ്റ് ഈസ് കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് കോസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് തീറ്റ ഡെറിവേറ്റീവ് 1 ഇൻറ്റു 1. ഓക്കെ, കഴിഞ്ഞു. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു
കോസ് തീറ്റ മൈനസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ദാറ്റ് ഈസ് എ ഇൻറ്റു കോസ് തീറ്റ മൈനസ് എന്താവും പ്ലസ് ആവും, പ്ലസ് തീറ്റ സൈൻ തീറ്റ. ഈ മൈനസും ഈ പ്ലസും മൈനസ് ആവും, മൈനസ് കോസ് തീറ്റ. അപ്പം എന്തായി, ഈ കോസും ഈ കോസും അങ്ങോട്ട് പോയി. ബാക്കി എന്താ ഉണ്ടാവുക, എ തീറ്റ സൈൻ തീറ്റ, എ തീറ്റ സൈൻ തീറ്റ. ഇതാണ് ഡി വൈ ബൈ ഡി തീറ്റ. ഓക്കെ, ഇവിടെ എഴുതി വെക്കാം, എ തീറ്റ സൈൻ തീറ്റ. നമുക്ക് ഡി എക്സ് ബൈ ഡി തീറ്റ കാണാം. dx by d theta, that's equal to dx by d theta is equal to a into cos theta derivative minus sin theta plus first function into second function, first function into derivative second, that is sin theta derivative cos theta, plus second function into, that is sin theta into derivative first theta derivative 1, that is a into minus sin theta plus theta cos theta plus sin theta into 1 sin theta into 1 sin theta. ഓക്കെ, മൈനസ് സൈൻ തീറ്റയും പ്ലസ് സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ഉണ്ടാവുക, എ തീറ്റ കോസ് തീറ്റ, എ തീറ്റ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് ഡി എക്സ് ബൈ ഡി തീറ്റ കിട്ടി. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കാണുന്നത്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ, ദിസ് ബൈ this, that is a theta sin theta by a theta cos theta. a theta കട്ട് ചെയ്ത് പോയി. ബാക്കി sin theta by cos theta, that is tan theta. Answer is tan theta. 10,000. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, പ്രൂവ് ചെയ്യാനുള്ളതാണ്. 11th ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും കാണാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, വൈ ഈസ് ഈക്വൽ ടു എ റേസ് ടു കോസ് ഇൻവേഴ്സ് ഓഫ് ടി റൂട്ട്. ഈ റൂട്ട് നമുക്ക് റേസ് ടു 1/2 ആക്കാം, അതാണ് റൂട്ട് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് ഇവിടെ ഇതാണെങ്കിൽ എ റേസ് ടു 1/2 കോസ് ഇൻവേഴ്സ് ഓഫ് ടി. ഓക്കെ, ഇനി നമുക്ക് ലോഗരിതം അപ്ലൈ ചെയ്യാം. ലോഗ് വൈ ഈസ് ഈക്വൽ ടു ഇയാൾ താഴേക്ക് വരും, ഹാഫ് ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ് ടി ഇൻറ്റു ലോഗ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാം. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലോഗ് എയും കോൺസ്റ്റന്റ് ആണ്, ഇപ്പോൾ ലോഗ് എ ഹാഫ് ഇൻറ്റു ലോഗ് എ ഇൻറ്റു പിന്നെ കോസ് ഇൻവേഴ്സ് ഓഫ് ടി ഡെറിവേറ്റീവ് യെസ് -1/√(1 - x²) ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഡി വൈ ബൈ ഡി ടി ആണ്, ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഈ വൈ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താ വരാം, 1/2 ഇൻറ്റു ലോഗ് എ ഇൻറ്റു ഈ വൈ ഇവിടെ വരും. അപ്പോൾ -1 ഇൻറ്റു വൈ -y/√(1 - x²) x ഈക്വൽ ടു എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ടി ഓൾ റേസ് ടു, ഇത് റൂട്ടാണ്, റേസ് ടു 1/2 എഴുതിയാൽ മതി, കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു ഹാഫ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് ടി. ഓക്കെ, ഇനി നമുക്ക് ലോഗ് എടുക്കാം. ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് താഴേക്ക് വരും, ഹാഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് ടി ഇൻറ്റു ലോഗ് എ. ഡിഫറൻസിയേഷൻ ചെയ്യാം. ലോഗിനത് 1/x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഹാഫ് ലോഗ് എ കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു സൈനിൻ്റെത്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനത് 1/√(1 - x²) ഓക്കെ, നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ആണുണ്ട്. സോ ഈ എക്സ് ഇങ്ങോട്ട് വരും. അപ്പം എന്താ വരാം, ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ലോഗ് എ ബൈ 2 ഇൻറ്റു ഈ എക്സ് ഇങ്ങോട്ട് വരും, x/√(1 - x²). നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടത്. ഇപ്പോൾ ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടത്. അപ്പോൾ ഡി വൈ ബൈ ഡി ടി, വാട്ട് ഈസ് ഡി വൈ ബൈ ഡി ടി? ഹിയർ ഇറ്റ് ഈസ്, എന്താണത്, ലോഗ് എ ബൈ 2 ഇൻറ്റു
minus y by root 1 minus x square by ഇനി dx by dt. What is dx by dt? Here it is log a by 2 into 1 x by root 1 minus x square. Okay, ഈ log a by 2 ക്യാൻസൽ ചെയ്തു. ഈ 1 by minus x square 1 minus x square എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി. ബാക്കി minus y by x, that's equal to minus y by x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ.